ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ബിനോയ് തൃപ്പൂണിത്തുറ എഴുതുന്നു. പോ പുല്ലേ പോടാ പുല്ലേ, ഒരച്ഛനെ അഭിസംബോധന ചെയ്യുന്ന തൃപ്പൂണിത്തുറയിലെ ജനാഭിമുഖ കുർബാനയുടെ പിന്തുടർച്ചക്കാർ. കരിങ്കൊടി പൊക്കി കാണിച്ചുകൊണ്ട് തുള്ളുന്ന വനിതാ രത്നങ്ങൾ. എന്താല്ലേ തൃപ്പൂണിത്തുറക്കാരുടെ ഒരു ഐശ്വര്യം പറയുക. ചേട്ടൻ കള്ളനും അനിയൻ കള്ളനും അവരുടെ കള്ളത്തരങ്ങൾ, അവരുടെ കൂടെയുള്ള കുറുവ സംഘത്തിൻ്റെ കള്ളത്തരങ്ങൾ ഒളിക്കാൻ വേണ്ടി, അത് കണ്ടുപിടിക്കാൻ വന്ന അഡ്മിനിസ്ട്രേറ്റർ തടയാൻ വേണ്ടി ഇവർ നടത്തിയ കോപ്രായം കെട്ടുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മുടെ പള്ളി കടത്തിലായത് എങ്ങനെയാണെന്ന് അത് ചോദിക്കാൻ പാടില്ല. അത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻകളിലും അനിയൻകളിലും പെട്ടുപോകും. അവരുടെ കൂടെയുള്ള പല കുറുവ സംഘത്തിലെ ആളുകൾക്കും അത് കണ്ടുപിടിക്കാൻ വന്ന ആളുകൾ തടയുക എന്നുള്ളത് അവരുടെ മസ്റ്റാണ്. അവർക്കത് ചെയ്തേ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് കൈ മുകളിലേക്ക് വലിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ജനവിഭാഗം, തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞ അത് അൾത്താരിൽ നിന്ന് വലിച്ചു നീട്ടി പ്രസംഗിക്കുന്ന ദൈവജനം, അതനുസരിക്കുന്ന ദൈവജനം. കുർബാന കഴിയുമ്പോൾ വൈദികന് വേണ്ടി നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ജനം. ആ ജനമാണ് ഒരു നീതിമാനായ ഒരു വൈദികൻ സഭയെ അനുസരിച്ച്, പിതാക്കന്മാരെ അനുസരിച്ച് അവരുടെ കൽപ്പന നിറവേറ്റാൻ വന്ന ആ വൈദികനെ പൊരിവെയിലത്ത് തടഞ്ഞു നിർത്തി ഈ അസഭ്യം മൊത്തം വിളിച്ചു പറഞ്ഞത്. ആർക്കു വേണ്ടി? ചേട്ടൻകള്ളനെയും അനിയൻകള്ളനെയും സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരോടുകൂടി ചേർന്ന് പള്ളി കട്ടുമുടിച്ചവരെ സംരക്ഷിക്കാൻ വേണ്ടി. എന്ത് ക്രിസ്തീയതയാണ് അതിനകത്തുള്ളത്? വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പള്ളിക്കകത്ത് നിന്ന്, പള്ളിക്ക് പുറത്ത് വൈദികനെ തടഞ്ഞ് ആഭാസവും തെറിവ അഭിഷേകവും. ഈ കുർബാന കണ്ടിട്ട് ഇവരെന്താ ചെയ്യുന്നത്? കുർബാനയിൽ നന്മയുടെ, സമാധാനത്തിൻ്റെ, സമാശ്വാസത്തിൻ്റെ, ക്ഷമയുടെ എല്ലാ പാഠങ്ങളും പഠിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ അച്ഛനെ തല്ലടാ, കൊല്ലടാ, ഓടിക്കടാ, ഗോ ബാക്ക്. അപ്പോൾ ഇവർക്ക് എന്ത് ആത്മീയതയാണുള്ളത്? ഇവർക്ക് എന്ത് ഭക്തിയാണുള്ളത്? ഇവരെന്താണ് ഈ കുർബാനയിൽ കൂടെ ഇവർക്ക് കിട്ടുന്നത്? ആളുകളെ വെറുപ്പിക്കാനോ, ആളുകളെ വെറുക്കാനോ, ആളുകളെ തല്ലി ഓടിക്കാനോ? ഇതാണോ ഈ ജനാഭിമുഖ കുർബാനയിൽ കൂടെ ഇവർക്ക് കിട്ടിയത്? സത്യമായിട്ടും ജനാഭിമുഖ കുർബാന ഇവർക്ക് ഒരു കുർബാനയാണെങ്കിൽ, അവർ അംഗീകരിക്കുന്ന കുർബാനയാണെങ്കിൽ, ആ കുർബാന എന്താണെന്ന് അറിയണമെങ്കിൽ, ആ കുർബാനയിൽ കൂടെ ഇവർക്ക് കിട്ടിയത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്താണെങ്കിൽ ആ കുർബാനയിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഒരു വൈദികനെ, പള്ളിയിലേക്ക് കടന്നു വരുന്ന വൈദികനെ പോ പുല്ലേ പോടാ പുല്ലേ എന്ന് ചേട്ടൻകള്ളൻ്റെയും അനിയൻകള്ളൻ്റെയും കൂട്ടുകൂടി കരിങ്കൊടി കാണിച്ച് സിന്ദാബാദ് വിളിക്കുന്ന ഒരു പാരമ്പര്യം നമ്മുടെ ക്രൈസ്തവതയ്ക്ക് ചേർന്നതാണോ? ചിന്തിക്കുക. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. എവിടെയോ നമ്മളുടെ ആത്മീയത കൈവിട്ടുപോയി, നമ്മളുടെ നന്മകൾ കൈവിട്ടുപോയി. നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുക. കാരണം സഭയെയും സഭയുടെ നിയമങ്ങളെയും അനുസരിക്കാത്തതിന് പുറമെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ കോടതി വിധിച്ച നിയമം പോലും നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ സഭയോട് മാത്രമല്ല രാജ്യത്തോട് പോലും ദ്രോഹം ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങുക. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുമയോടെ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. നല്ലൊരു ദിവസം ആശംസിച്ചോട്ട് ഞാൻ നിർത്തുന്നു. നന്ദി.